അപ്പോൾ ഹായ് ഗായ്സ്, ഒരു പുതിയൊരു വീഡിയോയുമായി ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്നൊരു പുളി മുട്ടായി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അപ്പോൾ ഗായ്സ്, ആ പാനിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പുളി അങ്ങ് വീഴ്ത്തി കൊടുക്കാം. പുളി വെള്ളം വീഴ്ത്തി കൊടുക്കുക. കട്ടിക്ക് വീഴ്ത്തിയിട്ട് കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഗൈസ് ഇങ്ങനെയല്ലായിരുന്നു, ആദ്യമായിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രൈ എന്ന് പറയാനില്ല. ഇത് നല്ലപോലെ ഗൈസ് ഇളക്കി കൊടുക്കുക. പക്ഷേ ഇങ്ങനെയല്ലായിരുന്നു ഗൈസ്. ഫസ്റ്റ് നമ്മൾ എന്തോ പറയുക, പഞ്ചസാര പാനി ഉണ്ടാക്കണമായിരുന്നു ഫസ്റ്റ്. പക്ഷേ ഞാൻ അത് മറന്നുപോയി ഗൈസ്. ഇനിയിപ്പോൾ ഇങ്ങനെ ആക്കാം. അപ്പോൾ ഇതിൽ ആവശ്യമായ എന്താ, പഞ്ചസാര, കുറച്ച് ഒരു നുള്ളു ഉപ്പ്, അതും കൂടെ ചേർത്ത് ഒന്ന് ഞാൻ തിളപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഗൈസ്. ഇത് കുറച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, എന്ന് വെച്ചാൽ കുറുവണ രീതിയിൽ വരണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കരിപ്പൊട്ടി, പിന്നെ വന്നിട്ട് ശർക്കര കരിപ്പൊട്ടി, ഇത് ഒന്ന് ഒരു പീസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ എൻ്റെ ശർക്കരയുണ്ട്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ എന്താ പറയുക, ടേസ്റ്റ് ഒരുമാതിരി ആയിരിക്കും. അപ്പോൾ ഞാൻ അതിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തായി വരുമെന്ന് നോക്കാം ഗൈസ്. ഫസ്റ്റ് ട്രൈ അല്ല, മുമ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോഴും ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടോ ഗൈസ്, അപ്പോൾ ഒരു നല്ല കട്ടിക്ക് കണ്ടോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനിയും കുറച്ചും കൂടെ ഒന്ന് പറ്റിച്ച് നമുക്ക് എടുക്കാം. ഇത് കൈ വിടാതെ ഇളക്കി കൊടുത്താൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ കൊച്ചു പിള്ളേർക്ക് ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും വീട്ടിൽ മായമൊന്നും ഇല്ലാതെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ. കണ്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെ പുളിമുട്ട റെഡി ആയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, നല്ല കെട്ടിക്ക് കണ്ടോ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് പറയുക. ഓക്കെ. അപ്പോൾ ഗൈസ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് എങ്ങനെയാണോ പുളിമുട്ടായി വാങ്ങിക്കുന്നത് അതേ ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യം വേറെ ലെവലാണ് ഗൈസ്. അതുപോലെ തന്നെ പുളിമുട്ടായി എങ്ങനെ കഴിക്കുന്നു അതുപോലത്തെ ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഇങ്ങനത്തെ കളറാണ്, പക്ഷേ ഇത് നല്ല കാപ്പിപ്പൊടിയാണ്. കണ്ടോ ഗൈസ്, കണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.